സ്നേഹം കോപിക്കുന്നില്ല. പിന്നെയോ സ്നേഹം വിദ്വേഷം എനിക്ക് കണ്ണു പിടിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ വലിയ അപകടമാണ്. ഉള്ളിൽ വെറുപ്പ് സൂക്ഷിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അയാളെ തന്നെ ശരിക്ക് തീരിട്ടേക്കുക. അയാൾ ശരിക്ക് ആ ഒരു വ്യക്തി പിന്നെ ഉമിത്തിയിൽ നീറുക. നമുക്കുള്ളിൽ ഒരാളോട് വെറുപ്പ് വന്നാൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പം ആര് കയറി വരും? ആ സംഭവം ആളും ആളുടെ മുഖവും കയറി വരും. പിന്നെ നമ്മൾ അലക്കുമ്പോഴൊക്കെ അസുഖമുള്ളത് കേട്ടോ. അലക്ക് നന്നാകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് വെളുക്ക് ഒരച്ചൊരച്ചൊരച്ച് നമ്മളെ നന്നായിട്ട് വെളുക്കാൻ സാധ്യതയുണ്ട്. കാരണം വരയ്ക്കുന്ന ആരുടെ മുഖമാ? അങ്ങനെ ഒരു സാധ്യത. തുണിയുടെ ആയുസ്സും കുറയും കേട്ടോ, അത് ഓർക്കണം. അപ്പം വെറുപ്പ് തിങ്ങിയാൽ അത് അപകടമാണ്. ഉള്ളിൽ പൊള്ളലാവും. ഉള്ളിൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും വളർച്ച മുരടിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ വളർച്ച മുരടി. സ്നേഹം നിറഞ്ഞാൽ വെറുപ്പിനെ നമുക്ക് വീണ്ടും ലെറ്റ് ഗോ, പോട്ടെ എന്ന് പറയാൻ പറ്റും. തമ്പുരാന്റെ സൗഖ്യം. കുരിശിലേക്ക് നോക്കി ചില ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, കുരിശിന്റെ ചുവട്ടി വരാൻ പറയും. എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യം? കുരിശിന്റെ ചുവട്ടി വന്നിട്ടൊരു ധ്യാനമുണ്ട്. അതെന്ത് ധ്യാനമാ? കുരിശിൽ നഗ്നനാക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് തുപ്പലേറ്റ് വല്ലാതെ മുറിഞ്ഞ ഒരാള് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ ആ സമയം പോലെ അവൻ്റെ വസ്ത്രത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. അവൻ്റെ ശരീരത്തിലേക്ക് അവസാനത്തെ ആണികൂടി അടിക്കാൻ വേണ്ടി അവരിങ്ങനെ കിടന്ന് ബഹളം വെക്കുകയാണ്. അവൻ്റെ ദാഹജലം പോലും നിഷേധിച്ചിട്ട് ആ കടുത്ത രുചിയില്ലാത്ത വിനാഗിരി അവന് വേണ്ടി നീട്ടുകയാണ്. അതിനിടയിൽ അവൻ ഇങ്ങനെ അവരെ അനുകമ്പയോടെ നോക്കിയിട്ട് പറയാണ്: അപ്പാ പിതാവേ, അവർക്ക് അറിയാൻ പാടില്ലാത്തതാണ്. അവരുടെ മേൽ ആ ഒരു കുറ്റം കൊടുക്കാതിരിക്കുക. അവർക്കൊരു ന്യായീകരണത്തിന്റെ പത്രം കൊടുക്കുക. അവർക്ക് കൊടുത്ത ഈശോ അന്ന് അവർക്ക് കൊടുത്ത ന്യായീകരണം എന്താ? അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കൊക്കെ അങ്ങനെ എത്ര ന്യായീകരണം തന്നിട്ടാ കർത്താവ് നമ്മളെ എഴുന്നേപ്പിച്ച് വിട്ടെന്നറിയാവോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കൃപ കിട്ടിയാൽ നമ്മളും പറയണം: ഓ പോട്ടെ, അതിന് മേലാത്തതുകൊണ്ടാണ്. അത് പാവം കുറേ കാലമായിട്ട് ഇങ്ങനെ കുറേ ക്ലേശങ്ങളിലൂടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടാണ്. ഒറ്റയ്ക്കായി പോയതുകൊണ്ട് അങ്ങനെ ബഹളം വെക്കുന്ന, അങ്ങനെയൊക്കെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കും ഈശോ കൃപ തരും. പോട്ടെ, അവൾ ഒറ്റയ്ക്കല്ലേ. ഭർത്താവിന് അങ്ങനെ പറയാൻ പറ്റും. മക്കൾ പോലും അടുത്തില്ലല്ലോ, അതുകൊണ്ട് അവൾ ഒറ്റപ്പെട്ടതായതുകൊണ്ട് എന്നോട് ഇത്രയും ചൂടായത്. എന്നോടല്ലാതെ പിന്നെ ആരോട് അവൾ ചൂടാവേണ്ടത്? ഇതാരും പറയും വെച്ചാ, ആരാദ്യം പറയും? അത് പോട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട, വെറുപ്പ് എന്താണെങ്കിലും ഗുണകരമല്ല എന്ന് തിരിച്ചറിയാം. അപ്പൊ നമുക്ക് സ്നേഹം വേണം എന്നുള്ളത് സത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തതെന്താ? അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല. വേഗം വായിച്ചോ. സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം, അത് വളരെ പ്രധാനപ്പെട്ട. സ്നേഹം സകലതും നോക്കിയേ, നമുക്ക് സഹിക്കാൻ കിടന്നും പാടുപെടുന്നില്ലേ? നമ്മള് സഹിക്കാൻ പാടുപെടുന്നില്ലേ? അമ്മയ്ക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടിയത് എന്തുകൊണ്ടാ? കുഞ്ഞിനെ സ്വീകരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. നമ്മുടെ അമ്മയെ കുറിച്ച് തന്നെ, നമ്മുടെ വീട്ടിലെ അമ്മ, പരിശുദ്ധ അമ്മ മാത്രമല്ല, നിങ്ങളെല്ലാം നല്ല അമ്മമാരല്ലേ? നിങ്ങൾക്ക് പ്രസവ വേദന എന്ന അതികഠിനമായൊരു വേദനയിലൂടെ കടന്നു പോണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തും ഈശോ തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. ഒരമ്മ അത് സഹിക്കുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടെന്ന് ഈശോ പറയുന്നുണ്ട്. എന്താ ഈശോ പറയുന്നത്? ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പം ആ കുഞ്ഞ് എനിക്ക് പുന്നാര ആയതുകൊണ്ട് അതിനെ കണ്ടതോടെ ആ വേദന അങ്ങ് മറന്നിട്ട് അടുത്ത കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക. അല്ല, അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് സഹിക്കാൻ പറ്റത്തില്ലെന്നാണ് എനിക്കറിയാൻ പാടില്ല, അങ്ങനെയാണ് പറയുന്നത് അല്ലേ ഈശോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് സ്നേഹമുള്ളതുകൊണ്ടാണ് ആ വേദനയെ ഉൾക്കൊള്ളാൻ വീണ്ടും അവർക്ക് പറ്റിയത്. അപ്പം പിന്നെ നമുക്ക് 18 വയസ്സാകുമ്പം കൊച്ചിനോട് അത്രയും സഹനം കിട്ടാത്തതിന്റെ കാരണം എന്താ? അവളുടെ അടുത്ത് ചെറിയ സഹനം വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാരണം എന്താ? 18 എത്തിയപ്പോൾ അതിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയപ്പം ആ പഴയ സ്നേഹം, പഴയ പുന്നാര മുഖം മാറിയല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ആ പഴയ സ്നേഹം കിട്ടുന്നില്ല. സ്നേഹം കുറഞ്ഞപ്പം നമുക്ക് സഹിക്കാനും പാട്. അപ്പൊ സഹനത്തിന്റെ പാടുപീടയുടെ കാരണം എന്തുകൊണ്ടാ? കർത്താവ് ഇത്രയും സഹിച്ചിട്ടും കർത്താവ് പ്രാകാതെ സഹിച്ചതിന്റെ കാരണം എന്താ? ശാപവാക്കുകളാണ് സാധാരണ കുരിശിൽ നിന്ന് കേട്ടിരുന്നത്. ശാപവാക്കുകളാ കേട്ടിരുന്നത്. വിജാതീയനായ സദാധിപൻ എന്തുകൊണ്ടാ ഇവൻ ദൈവപുത്രനാണെന്ന് സത്യമായിട്ട് പറഞ്ഞത്? ഇവൻ സത്യമായിട്ടും ദൈവപുത്രനാണെന്നൊരു വിജാതീയൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാവോ? കുരിശിൽ നിന്ന് അതുവരെ കേട്ടിരുന്നത് ശാപവാക്കുകള്.
ജനിച്ച സമയം മുതൽ അന്ന് വരെയുള്ള സമയത്ത് അവര് വല്ലാതെ ശപിച്ചിരുന്നു. എന്നെ പെറ്റ തള്ളയെ. അയാൾ അന്നേരം അവിടെ ആ കുരിശിൽ കിടന്നുകൊണ്ട് തെറി വിളിക്കായിരുന്നു. പക്ഷെ കർത്താവ് സൗമ്യ മധുരമായി ശാന്തമായി എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞ വാക്കുകളെല്ലാം കൃപയുടെ വാക്കുകൾ. പിതാവെ, അറിയത്തില്ല ഇവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ക്ഷമിക്കണോന്ന്. ഒരാൾ കുരിശിന്ന് പറയുവോ? ക്ഷമിക്കണോന്ന് പറയുന്നു. ഒരാൾ പറയാണ്, അമ്മ ഒറ്റയ്ക്കാണ്, അമ്മയ്ക്ക് മോനെ നീ മാത്രമേ ഉള്ളൂ, നീ അമ്മയെ നോക്കിക്കോണോന്ന്. അന്നേരവും ശ്രദ്ധിക്കുന്ന ഒരു സ്നേഹം. മോനെ, നീ ഒറ്റയ്ക്കാണ്, നീ ഇതുവരെ എൻ്റെ മാറോട് ചേർന്നിരുന്നു, പക്ഷെ ഇനി നിനക്ക് ഒരമ്മ ചേർത്ത് പിടിക്കാനുണ്ട്. അമ്മ, കുഞ്ഞ് എന്നൊക്കെ ഉള്ള ശ്രദ്ധ എവിടുന്ന്? കുരിശിൽ നിന്ന്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട? അത്രയും പീഡ സഹിച്ച ഒരാൾ ഈ ഭൂമിയിൽ, ഇതുപോലെ പീഡ സഹിച്ച ഒരാളില്ല, ഇതുപോലെ അപമാനം വഹിച്ച ഒരാളില്ല, ഇതുപോലെ സങ്കടക്കടൽ നീന്തിയ ഒരാളില്ല, ഇതുപോലെ അങ്ങേയറ്റം വരെ നുറുങ്ങലിലൂടെ കടന്നുപോയ മറ്റൊരാളില്ല. ഉഴവുകാർ ഉഴുതതുപോലെ ശരീരം മുഴുവൻ ഉഴുതും അറിയപ്പെട്ടതാ, വീണ്ടും ആവർത്തിച്ചു വീണതാ. എന്നിട്ടും ഒരു വാക്ക് പോലും, എന്നാലും നന്ദി കേട്ടവന്മാരെ എന്നെ ഇതുപോലെ ആക്കിയല്ലോട് പറഞ്ഞില്ല. നമുക്കൊരു മുള്ളു കൊണ്ടാൽ നമ്മളിങ്ങനെ ഇവിടെ ആരാ കൊണ്ട് ഇത് വെച്ചത്? നമ്മൾ സഹിക്കാതെ നമ്മൾ കണ്ണിലോട്ട് തീ കയറി വന്നിട്ട് നമ്മളൊക്കെ ചില വാക്കുകൾ പറയും, പെട്ടെന്ന് ചില വാക്കുകൾ വരികയും ചെയ്യൂല്ലേ? അങ്ങനെയൊക്കെ ശീലം. പോട്ടെ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ ഹൃദയത്തിൽ നിന്ന്, ഈ അധരത്തിൽ നിന്ന് അത്തരം വാക്കുകളൊന്നും വരാതിരുന്നൊരു കാരണം എന്താ? സഹിക്കാഞ്ഞിട്ടാണോ? സഹിക്കാഞ്ഞിട്ടല്ല പ്രിയപ്പെട്ടവർ, അതിനൊക്കെ ഒത്തിരി മുകളിലായിരുന്നു നമ്മളോടുള്ള അവന്റെ സ്നേഹം അത്രയും നിറഞ്ഞു നിന്നുകൊണ്ട്, സഹനത്തിന്റെ മൂർധന്യ അവസ്ഥയിലും അവന് സ്നേഹം നിറഞ്ഞതുകൊണ്ട് ഒരു വാക്ക് പോലും പരാതി ഇല്ല. പറഞ്ഞേ, വാക്കിക്ക് വായിച്ചേ. സ്നേഹമാണ് സകല. അപ്പൊ നമുക്ക് ഇന്ന് സഹിക്കണമെങ്കിൽ എന്തു വേണം? സ്നേഹം വേണം. ഇന്ന് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. നമ്മൾ നോക്കിക്കേ, നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് വല്ലതും അത് തോന്നണമെങ്കിൽ ഞാൻ പറയാം. ഇന്ന് പറയുന്നു, നിങ്ങൾ തിരുസഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഈ പെന്തക്കോസ്ത് 10 ദിവസങ്ങൾ ഒരുക്കം പോലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ തിരുസഭയ്ക്ക് പ്രാർത്ഥന സജീവമായിട്ട് വല്ലാതെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചോദ്യത്തിന് ഉത്തരം പറയണേ. ത്യാഗം എടുത്ത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, സഹനം എടുത്ത് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, ജാഗരണം എടുത്ത് മുട്ടുകുത്തി കൈവരിച്ച് കുരിശിന്റെ വഴി ചൊല്ലി, അല്ലെങ്കിൽ ഉപവാസം എടുത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കി, ഇഷ്ടപ്പെട്ട രുചിയുള്ള ചില വിനിമയങ്ങൾ ഒഴിവാക്കി, നവമാധ്യമങ്ങളൊക്കെ ഒഴിവാക്കി കർത്താവിൻ്റെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രേരണ തോന്നണമെങ്കിൽ എനിക്ക് ഒന്നാമത് വേണ്ടിയത് എന്താണ്? സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ സഹിച്ചു പ്രാർത്ഥിക്കും. സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തെ, എൻ്റെ രുചിക്കൂട്ടുകളെ, എൻ്റെ നിറക്കൂട്ടുകളെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ബോധപൂർവ്വം ഞാൻ മറിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. എന്തുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. തിരുസഭ എന്ന അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. നോക്കിക്കേ, നമ്മുടെ അമ്മ ഐശ്വര്യമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമോ? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ വില കൊടുത്ത് കണ്ണുനീരോടെ കൈവരിച്ച് പ്രാർത്ഥിക്കുന്നത്? സ്നേഹമുണ്ട്. അപ്പൻ എന്തെങ്കിലും വിഷമമുണ്ടായാൽ, മകൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ, മകൻ എന്തെങ്കിലും വിഷമമുണ്ടായാൽ നമ്മൾ മുട്ടുകുത്തി നമ്മൾ ഏത് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറിയൊക്കെ പോകുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താ? സ്നേഹമുണ്ട്. തിരുസഭ അമ്മയ്ക്ക് മക്കൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വില കൊടുത്ത് പ്രാർത്ഥിക്കും. എഴുന്നേറ്റ് എല്ലാവരും ഈ നിമിഷങ്ങളിൽ നമ്മൾ ഈ സ്നേഹത്തിന്റെ കൃപ നിറയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. സ്നേഹം, ബാക്കിയുള്ള ഭാഗം വേഗം അങ്ങ് വായിച്ചേ. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മ ഫലങ്ങൾ നിറയാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് ഈ സമയം നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഈ പരിശുദ്ധാത്മ ഫലങ്ങൾ നമ്മൾ നിറയാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിലൊന്നാമതായിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ ഈ ഫലത്തിന് വിപരീതമായ കുറേ പശ്ചാത്തലങ്ങൾ എനിക്ക് നിങ്ങൾക്കുണ്ട്. ആ അവസ്ഥകളെ ഓർത്ത് ഒരു നിമിഷം ഒന്ന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചേ. എന്നിലുള്ള അസൂയ, എന്നിലുള്ള അഹന്ത, എന്നിലുള്ള കോപപ്രകൃതി, എന്നിലുള്ള മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത
എൻ്റെ പ്രകൃതങ്ങൾ, എൻ്റെ അനുചിതമായ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, അവർ സങ്കടപ്പെടുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ ഞാൻ എൻ്റേത് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള എൻ്റെ ഓട്ടങ്ങൾ, സ്വാർത്ഥതയുടെ കിടങ്ങിൽ കുരുങ്ങിയ എൻ്റെ അവസ്ഥകൾ, ഞാൻ എൻ്റേതെന്ന് പോഷനായിട്ട് ധനികനെക്കുറിച്ച് വചനം പറയുമ്പം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അയാളുടെ ഒരു മനോഭാവം എന്തായിരുന്നു? അയാൾ 2 വാചനങ്ങളെ പറഞ്ഞുള്ളൂ, 2 വാക്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് അയാൾ 7 പ്രാവശ്യം ഉപയോഗിച്ച ഒരു പദമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനും എൻ്റേതും. അത് മാത്രം അയാൾക്കുണ്ടായിരുന്നത്. അയാളുടെ ചിന്തകളിൽ മുഴുവൻ ആര് നിറഞ്ഞു നിന്നു? അയാളെന്ന സ്വത്വ വിഗ്രഹം, അഹന്ത, അയാളുടെ സ്വാർത്ഥത അങ്ങനെ തിങ്ങി നിറഞ്ഞു. അയാളെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, പോഷാ. സ്വയമായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി, സ്വന്തമായിട്ട് മാത്രം സമ്പാദിക്കുന്നവരെ നോക്കിയിട്ട് കർത്താവ് വിളിക്കുന്ന പേരെന്താ? മറ്റൊരാളിലേക്ക് കൈവിരിക്കാതെ, മറ്റൊരാളിലേക്ക് കണ്ണു നോക്കാതെ, മറ്റൊരാളുടെ ഒരു ആവശ്യത്തിലേക്ക് കടന്നു ചെല്ലാതെ, എൻ്റെതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അവകാശങ്ങളും എൻ്റെ പേരിൽ, എനിക്കുള്ള എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ ഭാവി, എൻ്റെ നന്മ, ഞാനിവിടെ വെച്ച സാധനം എന്തിയെ എന്നൊക്കെ ചോദിച്ച് മാത്രം കിടന്ന് ബഹളം വെക്കുന്നവരെ നോക്കി കർത്താവ് വിളിക്കുന്ന ഒരു പേരാണ് എന്ത്? പോഷാ. നീ ഉണ്ടാക്കിയതെല്ലാം നിൻ്റെതാണെന്ന് നീ അവകാശം പറയുകയാണല്ലേ? നീ ഉണ്ടാക്കിയതെല്ലാം നിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കണേ, ഇങ്ങനെ കൈ ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓർത്തോണം, കൈ അയയാൻ അധികം നേരമൊന്നും വേണ്ട. ഈ താക്കോൽ കൂട്ടങ്ങൾ കൈവിട്ട് പോകാൻ, ഈ ഓരോ നിയന്ത്രണങ്ങൾ നമ്മുടെ കരങ്ങളിലുണ്ടെന്ന് പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ കൈവിട്ട് പോകാൻ അധികം നേരമൊന്നും വേണ്ട പ്രിയപ്പെട്ട. അത്രയേ ഉള്ളൂ നമ്മൾ. അതുകൊണ്ട് ഉള്ള സമയത്ത് ഇങ്ങനെ കൈവിരിച്ചാൽ അനേകം ജീവിതങ്ങളിലേക്ക് നിനക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പറ്റും. സ്വാർത്ഥമില്ലാത്ത ആ യാത്രയാണ് സ്വർഗത്തിൽ സുഹൃതമായിട്ട് മാറുന്നത്. ഈ ചെറിയവർക്ക് നിങ്ങളിത് ചെയ്യുമ്പോഴെല്ലാം, സ്നേഹം കൊണ്ട് നീ ഇത് ചെയ്തപ്പോഴെല്ലാം സ്വർഗത്തിൽ നിനക്ക് ഈ ഭൂമിയിൽ നിനക്ക് സന്തോഷം കൂടും. അറിയാമല്ലോ, ദാനധർമ്മം സുഹൃത്തുക്കളെ അധികം ഉണ്ടാക്കുന്നു. ദാനധർമ്മത്തിന്റെ നന്മ അധികം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലം നിറയപ്പെട്ടാൽ അനേകം ജീവിതങ്ങൾ ആശ്വാസം പ്രാപിക്കും.